ഹല്ലേലൂയ. അല്പസമയം നമുക്ക് ഇനി വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തോമസ് കുട്ടിയച്ചായന് ഒരു വാക്യം ചൂണ്ടിക്കാണിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 16-ാം വാക്യം. ഇത് നമ്മൾ സത്യവേദ പുസ്തകം മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അല്പം കൺഫ്യൂസിംഗ് ആണ്. കൺഫ്യൂസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ആ വാക്യത്തെ പലരും വ്യാഖ്യാനിക്കുന്ന വിധം, പ്രത്യേകാൽ തൃത്വക്കാര് ട്രിനിറ്റേറിയൻസ് 3 യഹോവയുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില തൃത്വക്കാരുണ്ട്. 3 യഹോവയുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ തെറ്റാണ്. എല്ലാ തൃത്വവിശ്വാസികളും അങ്ങനെ വാദിക്കുകയുമില്ല. 3 യഹോവയുണ്ടെന്ന് അവർ വാദിക്കത്തില്ല. എന്നാൽ ചിലര് അങ്ങനെ വരുന്നുണ്ട്. അതിലൊരു പ്രധാനിയാണ്, ആളുടെ പേര് പറയുന്നില്ല, വിട്ടേക്കാം, പേര് പറയുന്നില്ല. ഒരാള് പറയുന്നത് വചനമായ യഹോവയും അല്ലെങ്കിൽ ഡാബർ ദ ഗോഡ് എന്നാണ് പറയുന്നത്. വചനമായ യഹോവയും പരിശുദ്ധാത്മാവാകുന്ന യഹോവയും പിന്നെ യഹോവയായ ദൈവം, ഇങ്ങനെ 3 യഹോവയുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ വാക്യം സത്യവേദ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആ വാക്യം ഒന്ന് വായിക്കും. യെശയ്യാ 48:16. ഞാൻ ആദ്യമുതൽ രഹസ്യത്തിലല്ല തുടങ്ങി. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴും യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇവിടെ ഇവര് ഈ വാക്യത്തിൽ നിന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, ബൈബിളിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതാണെങ്കിൽ പോലും അവരങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ ദൈവമായ കർത്താവ് അല്ലെങ്കിൽ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഈ ഒരു ഇത്രയും കാര്യം കൊണ്ടാണ് അവരെന്തോ സ്ഥാപിക്കാം എന്നുള്ള വിധത്തിൽ നമ്മുടെ അടുത്ത് ചോദ്യം കൊണ്ട് വരും. ഇത് ആരൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് വരും. പല ആൾക്കാർക്കും അത് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ തൊട്ട് മുകളിലത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. എന്തിന്റെ ഉത്ഭവകാലം മുതൽ? എന്തിന്റെ ഉത്ഭവകാലം മുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആർക്കും മറുപടി ഒന്നുമില്ല. നമുക്ക് ഈ ഭാഗം ഇതര പരിഭാഷകൾ ലഭ്യമാണ്. നമുക്കതിലൊന്ന് നോക്കാം. ഇംഗ്ലീഷിൽ തന്നെ പല പരിഭാഷയുണ്ട്. അതില് ന്യൂ ഇന്റർനാഷണൽ വേർഷൻ എന്ന് പറയുന്ന പരിഭാഷയിൽ നമ്മൾ വായിക്കുന്നത്, കം നിയർ മീ ആൻഡ് ലിസൺ ടു ദിസ്. ഫ്രം ദ ഫസ്റ്റ് അനൗൺസ്മെന്റ് I have not spoken in secret. At the time it happens, I am there. And now the sovereign Lord has sent me endowed with His Spirit. Endowed with His Spirit. അടുത്തത് New Living Translation. Come closer and listen to this. From the beginning, I have told you plainly what would happen. And now the sovereign Lord and His Spirit have sent me with this message. 2 പരിഭാഷകൾ വായിച്ചതിൽ 2 വിധത്തിൽ കാണുന്നുണ്ട്. അടുത്ത പരിഭാഷ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ആണ്. Draw near to me, hear this. From the beginning I have not spoken in secret. From the time it came to be,
I have been there. And now the Lord God has sent me and His Spirit. ഇനി അടുത്തത് ബെറിയൻ സ്റ്റാൻഡേർഡ്. ഇങ്ങനെ പല വേർഷൻസ് ആണ്. നമ്മളിത് ബൈബിൾ ഹബ്ബ് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഇനി കിങ് ജെയിംസ് വേർഷനിലേക്ക് പോയാണ്. Come near unto me, hear ye this, I have not spoken in secret from the beginning. From the time that it was, there am I, and now the Lord God and His Spirit hath sent me. ഇത് ചില പരിഭാഷകളിൽ നമ്മൾ നോക്കുമ്പോൾ യഹോവയായ ദൈവവും അവിടുത്തെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പൊ കിങ് ജെയിംസ് വേർഷൻ വായിച്ച അങ്ങനെയാണ്. യഹോവയായ ദൈവവും തന്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ മലയാള പരിഭാഷയ്ക്കകത്ത് മാത്രം കാണുന്ന ഒരു പ്രശ്നം ആണ് നമ്മൾ വായിച്ചത്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പൊ രണ്ടുപേരെ അയച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അയച്ച യഹോവയായ കർത്താവും പിന്നെ അയക്കപ്പെട്ട പുത്രനും പരിശുദ്ധാത്മാവും, ഇങ്ങനെയാണ് ഇവരുടെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ആരെയാണ് അയച്ചിരിക്കുന്നത്? ഈ അയക്കപ്പെട്ടത് ആരാണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചതെന്ന് മറക്കണ്ട. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരാളെ അയക്കുന്നുണ്ട്. ആരെ അയക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആരെ അയക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ അധ്യായത്തിൽ താഴോട്ട് വരുമ്പോൾ ആരെ അയച്ചതാണ് കാണുന്നത്? ആരും ഒന്നും മിണ്ടുന്നില്ല. യെശയ്യാവിന്റെ അതരം ശുദ്ധീകരിച്ച് യെശയ്യാവിനെ യഹോവയായ ദൈവം തന്റെ ദൗത്യത്തിനായി നിയോഗിച്ചയച്ചു. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് യെശയ്യാവ് മറുപടി പറയുകയാണ്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന്. അങ്ങനെ യെശയ്യാവിനെ അയച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം യഹോവയായ ദൈവത്തിന്റെ സന്ദേശവുമായി ജനങ്ങളുടെ അടുക്കൽ എത്തുന്നത് ആരാണ്? യെശയ്യാവ് എന്ന പ്രവാചകനാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടുമായി ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന യെശയ്യാവിനെയാണ് നമ്മളവിടെ കാണുന്നത്. യെശയ്യാവിനെ യഹോവയായ ദൈവം തന്റെ അഭിഷേകത്തോടു കൂടിയാണ് അയക്കുന്നത്. അതരങ്ങളെ തൊട്ട് ശുദ്ധീകരിച്ച് അയക്കപ്പെട്ട യെശയ്യാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. യഹോവയ്ക്ക് വേണ്ടി പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന യെശയ്യാവ് വളരെ സ്ഫുടമായി പറഞ്ഞു, ഒരുത്തൻ മാത്രമേ ഉള്ളൂ യഹോവയെന്ന് സകലരും അറിയണമെന്ന്. ഇത്ര കൃത്യമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അനേക ഇടങ്ങളിലാണ് ഒരുത്തൻ മാത്രമേ ഉള്ളൂ യഹോവയെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അത് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നതായിട്ട് തന്നെ നമ്മൾ ഇതിന്റെ 2 അധ്യായം മുമ്പേ വായിക്കുന്നുണ്ട്. യെശയ്യാ 45-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, 46-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. യെശയ്യാ 46-ന്റെ 8-9 വാക്യങ്ങൾ. വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, പോലെ മറ്റൊരുത്തനുമില്ല. എത്ര പേരുടെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരാളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം.
ദൈവത്തിന്റെ അരുളപ്പാടാണ് ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവനും. എന്നിട്ട് ഈ പറഞ്ഞ 47-ാം അധ്യായത്തിൽ വരുമ്പോൾ ബാബേൽ പുത്രിയായ കന്യകയെക്കുറിച്ചും കൽദയ പുത്രിയെക്കുറിച്ചുമുള്ളതായ കാര്യങ്ങളാണ് പറയുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് 47-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ഇവരെ കുറിച്ചുള്ള ഈ സന്ദേശങ്ങൾ ഒക്കെ യെശയ്യാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് യഹോവയ്ക്ക് വേണ്ടി പ്രവചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യഹോവയ്ക്ക് വേണ്ടി പ്രവചിക്കാൻ വന്ന യെശയ്യാവ് സ്വന്തത്തിൽ നിന്നല്ല, മറിച്ച് യഹോവയായ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ സന്ദേശമാണ് സംസാരിക്കുന്നത്. അത് യഹോവയായ ദൈവം തന്നെ തന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് യെശയ്യാവിനെ അയച്ചിരിക്കുന്നതാണ്. അങ്ങനെ യഹോവയായ ദൈവം തന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് യെശയ്യാവിനെ അയച്ചാൽ യെശയ്യാവിന്റെ ഒപ്പം യഹോവയായ ദൈവത്തിന്റെ ആത്മാവില്ലേ? യഹോവയായ ദൈവത്തിന്റെ ആത്മാവുണ്ട്. അപ്പൊ അതാണ് ഇവിടെ നമ്മളിപ്പോ വായിച്ചത്. കം നിയർ ടു മീ and hear ye this. I have not spoken in secret from the beginning. ഞാൻ തുടക്കം മുതലേ സംസാരിക്കുന്നത് രഹസ്യമായിട്ടല്ല. From the time it was. അതെപ്പോഴാണോ അപ്പോൾ മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഈ സന്ദേശങ്ങളൊക്കെ കൽദയരോടുള്ളതായ, ബാബേലിനോടുള്ളതായ ദൈവിക നടപടികളെ കുറിച്ച്, ഇസ്രായേലിന് വേണ്ടി അനുഷ്ഠിക്കുന്ന യഹോവയുടെ അഭിഷിക്തനെ കുറിച്ചൊക്കെ ഈ 48-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ 48-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവീൻ. അവരിലാരിത് പ്രസ്താവിച്ചു: യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട് അവന്റെ ഹിതവും കൽദയരോട് അവന്റെ ഭുജബലവും അനുഷ്ഠിക്കും. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവന്റെ വഴി സാധ്യമാകും. കൽദയരോടും ബാബേലിനോടും യഹോവയുടെ പ്രവൃത്തികളെ നിവർത്തിക്കേണ്ടതിനായിട്ട് അയക്കപ്പെടുന്നവൻ, യഹോവ അയക്കുന്നവൻ. അപ്പോൾ ഇവിടെ വായിക്കുന്നത് യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട് അവന്റെ ഹിതവും കൽദയരോട് അവന്റെ ഭുജബലവും അനുഷ്ഠിക്കും. ഇതാ ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവന്റെ വഴി സാധ്യമാകും. 48:16 നിങ്ങൾ അടുത്ത് വന്നിത് കേൾപ്പീൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. ചോദിച്ചാൽ തുടക്കം മുതലേ, അല്ലാതെ ഉൽപ്പത്തി മുതലെന്നുള്ളതല്ല. സകലത്തിന്റെ സൃഷ്ടിപ്പ് മുതലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓരോ സംഭവങ്ങളുടെയും തുടക്കം മുതലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരുമായി സംഭാഷണം നടത്തുന്ന ഭാഗമുണ്ട്. അവിടെ യഹൂദന്മാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് യേശു അവരോട് പറയുകയാണ്: ആദ്യം മുതൽ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. ഈ ആദ്യം മുതൽ എന്ന് പറയുമ്പോൾ ഈ നിൽക്കുന്ന യഹൂദന്മാരോട് യേശുക്രിസ്തു ഉൽപ്പത്തി മുതലേ സംസാരിച്ചു എന്നാണോ അർത്ഥം? അല്ല, ഇവരുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷന്റെ തുടക്കം മുതൽ അവരോട് യേശുക്രിസ്തു താൻ ആരാണെന്ന് പറഞ്ഞു പോരുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ് എന്ന് എടുത്തു പറയുന്നു. അതുപോലെ തന്നെ
തുടങ്ങുമ്പോൾ മുതലേ അവിടെയുണ്ട്. ആരുണ്ട്? പ്രവാചകൻ അവിടെയുണ്ട്. എന്നിട്ട് അവിടെ പറയുന്നത്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അതിനെന്താ കുഴപ്പം? പ്രവാചകനെ, അഭിഷിക്തനെ യഹോവയായ ദൈവം അയക്കുന്നത് തന്റെ ആത്മാവോടുകൂടിയാണ് അയക്കുന്നത്. നമ്മൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഏലിയാവിന്റെ ആത്മാവോടുകൂടി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഏലിയാവിന്റെ ആത്മാവോടുകൂടി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അർത്ഥം? ഏലിയാവിന്റെ ആത്മാവ് എന്തുവാ? യഹോവയായ ദൈവം ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ നൽകിയ അഭിഷേകം. ഏലിയാവിനെ യഹോവയായ ദൈവം ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് അയച്ചതുപോലെ അതേ ശക്തിയോടെയും അതേ അഭിഷേകത്തോടുകൂടെയും യോഹന്നാനെ അയച്ചു എന്നേ അർത്ഥമുള്ളൂ. അതല്ലാതെ അതിനപ്പുറത്ത് വേറെന്തർത്ഥമുള്ളത്? അതല്ലാതെ ഏലിയാവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞൊരു ആത്മാവ് ഉണ്ടോ? ഏലിയാവിന്റെ മേൽ യഹോവയായ ദൈവം കൊടുത്ത അഭിഷേകം, ഏലിയാവിന്റെ മേൽ യഹോവയായ ദൈവം പകർന്ന ആത്മാവ്, അതേ ആത്മാവോടുകൂടിയാണ് യോഹന്നാനെയും യഹോവയായ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചതെന്നേ ഉള്ളൂ. ഇവിടെ യെശയ്യാവിനെ യഹോവയായ ദൈവം അയക്കുമ്പോൾ, പ്രവാചകനെ യഹോവയായ ദൈവം അയക്കുമ്പോൾ യഹോവയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്താണ് അയക്കുന്നത്. അത് ചില പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യഹോവയായ ദൈവവും തന്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും രണ്ടും മൂന്നും വ്യക്തികളുടെ കാര്യമല്ല. യഹോവയായ ദൈവവും തന്റെ ആത്മാവും എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളല്ല. അങ്ങനെ രണ്ട് വ്യക്തികളാക്കുന്നെങ്കിൽ വലിയ അപകടത്തിലാണ് ഇവര്. യഹോവയായ ദൈവത്തെയും തന്റെ ആത്മാവിനെയും രണ്ട് വ്യക്തികളാക്കുന്നവർ വലിയ അപകടത്തിലാണ്. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ദൈവവും ദൈവത്തിന്റെ ആത്മാവും രണ്ടുപേരാണോ? അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിച്ചെങ്കിൽ അത് വലിയ ഒരു അപകടമാണത്. കാരണം എന്താണ്? ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്. 2 അധ്യായത്തിലാണ്. വിശുദ്ധ മറിയം, എനിക്കങ്ങനെ സംബോധന ചെയ്ത് തെറ്റൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ ആദരവോട് തന്നെയാണ് യേശുവിന്റെ അമ്മ മറിയത്തെ സംബോധന ചെയ്യുന്നത്. ദൈവിക പദ്ധതിക്കായി ദൈവം തിരഞ്ഞെടുത്ത മാനപാത്രമായി ദൈവം കണക്കിട്ട ലോകത്തിന്റെ രക്ഷകനെ വഹിക്കുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദരണീയ വ്യക്തിയാണ് വിശുദ്ധ മറിയം. അവർ വിശുദ്ധയാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അവർ വിശുദ്ധയായതുകൊണ്ടാണ് ദൈവം തന്റെ പദ്ധതിക്കായിട്ട് മശിഹയെ ലോകത്തിന് വേണ്ടി പ്രസന്റ് ചെയ്യുന്നതിനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ യേശുവിന്റെ അമ്മ മറിയം ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലാണ്. മത്തായി 1:18 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി അവിടെ വായിക്കുന്നത്, യോസഫും മറിയയും കൂടി വരും മുൻപേ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടിട്ട് അവൾക്ക് ലോകാപവാദം വരാതെ ഇരിക്കേണ്ടതിന് നീതിമാനായ യോസഫ് രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്നാണ് നമ്മളോട് വായിക്കുന്നത്. അപ്പോൾ മറിയം ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവും ദൈവവും രണ്ട് വ്യത്യസ്ത വ്യക്തികളാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പിതാവ് ആരാകണം? ദൈവമാകണോ അതോ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയാകണം? ഏത് വ്യക്തിയിൽ നിന്നാണോ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത്
അപ്പോൾ മറിയം ഗർഭിണിയായത് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയിൽ നിന്നാണെങ്കിൽ യേശുവിന്റെ പിതാവ് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയായിരിക്കണം. അതൊരു വലിയ അപകടകരമായ ഉപദേശമാണ്. ദൈവവും ദൈവത്തിന്റെ ആത്മാവും രണ്ട് വ്യക്തികളല്ല. ദൈവത്തിന്റെ ആത്മാവാണ് ദൈവം തന്റെ പദ്ധതിക്കായിട്ട് മനുഷ്യന്റെ മേൽ പകരുകയും കാര്യസ്ഥനായി അയക്കുകയും ദൈവത്തിന്റെ ഓരോ അസൈൻമെന്റിന്റെ ഫുൾഫിൽമെന്റിനായി ദൈവം നിയോഗിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവ് മറ്റൊരു വ്യക്തിയല്ല, ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിനെയാണ് വിശുദ്ധ തിരുവെഴുത്ത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് സിമ്പിളായി നമുക്ക് റെഫർ ചെയ്യാവുന്ന വാക്യങ്ങളുണ്ട്. യേശു ക്രിസ്തു സ്നാനപ്പെട്ട ശേഷം വെള്ളത്തിൽ നിന്ന് കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു എന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. ഇതര സുവിശേഷങ്ങളിൽ നമ്മൾ ഈ ഭാഗം പരിശോധിച്ചാൽ അവിടെ ആത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു എന്ന് കാണുന്നുണ്ട്. മറ്റൊരു സുവിശേഷത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും രണ്ട് സംഗതി ഒന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാവെന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഈ ദൈവത്തിന്റെ ആത്മാവിനെയാണ് പെന്തക്കോസ്ത് നാളിൽ ശിഷ്യരുടെ മേൽ 120 പേരോളം വരുന്ന സംഖ്യ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ ദൈവം അയച്ചത്. ഈ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് ദാനമായി നൽകുന്നത് എന്ന് അപ്പോസ്തലന്മാർ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മറ്റൊരു വ്യക്തിയല്ല, രണ്ടാമനോ മൂന്നാമനോ ഒന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവ് എന്നൊരു വിശേഷണം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ആത്മാവിനെ വിശുദ്ധ തിരുവെഴുത്തിൽ അവൻ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അതിൽ എന്താ തെറ്റ്? അതിൽ തെറ്റൊന്നുമില്ല. ഈ ദൈവത്തിന്റെ ആത്മാവിനെ അഥവാ പരിശുദ്ധാത്മാവിനെ മനുഷ്യരുടെ മേൽ പകരുന്നതാണ്. യേശുവിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 37-38 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് യോഹന്നാന്റെ സ്നാനം തുടങ്ങി. വായിച്ചോ ഇല്ലേ? യോഹന്നാന്റെ സ്നാനം തുടങ്ങി ഉറക്കമായില്ലേ? ആ, എന്താണ് സംഭവം? തുടങ്ങി സംഭവിച്ച കാര്യമാണ് അവിടെ പറയുന്നത്. എന്താണ് സംഭവം? നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിധം നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ യേശുവിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചതിൽ ഒന്ന് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് സ്നാനപ്പെട്ട യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. യോഹന്നാന്റെ സ്നാനത്തിനു ശേഷം വെള്ളത്തിൽ നിന്ന് കയറി യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നു.
അപ്പോഴൊരു ശബ്ദം അവിടെ നിന്ന് കേൾക്കുകയാണ്. എന്താണ് ആ ശബ്ദം? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. I am well pleased in him എന്നാണ്, അത്യധികം പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ ആത്മാവ് യേശുവിനോട് കൂടെ ഇല്ലായിരുന്നു. യേശുവിനെ ദൈവം അഭിഷേകം ചെയ്ത് തന്റെ ആത്മാവിനാലാണ്. അതേസമയം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് 37 വാക്യങ്ങളിൽ വരുമ്പോൾ ഒന്ന് വായിച്ച ആ വാക്യങ്ങൾ. യോഹന്നാൻ 7:37-38 വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് യേശു വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം, അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അടുത്തത്, യേശു ില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ആത്മാവ് ഏതാണ്? തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവരിൽ പകരപ്പെടുന്ന ആത്മാവ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പകരപ്പെടുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശു ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? യേശുവിനോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അതല്ലേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ വായിച്ചത്? നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിധം നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു സ്നാനമേറ്റിട്ട് വെള്ളത്തിൽ നിന്ന് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അഥവാ ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ മേൽ വന്നു. അപ്പോൾ ഈ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം തന്റെ പദ്ധതികൾക്കായി നിയോഗിച്ചയക്കുന്നതാണ്. അങ്ങനെ ദൈവം തന്റെ പദ്ധതിക്കായി നിയോഗിച്ചയച്ചതാണ് വിശുദ്ധ മറിയത്തിന്റെ മേൽ വരികയും അത്യുന്നതന്റെ ശക്തി മറിയത്തിന്റെ മേൽ നേരിടുകയും ചെയ്തതിലൂടെ മറിയത്തിൽ ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിച്ചത്. ഒരു വിശുദ്ധ പ്രജയുടെ ഉത്ഭവം മറിയത്തിൽ നടന്നത്. യേശുവിന്റെ ഉത്ഭവം അത് സംഭവിച്ചത് ദൂതൻ മറിയത്തോട് പറഞ്ഞത് ലൂക്കോസ് 1:35 കാണാം. അതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയം ചോദിക്കുമ്പോൾ മറിയത്തോട് ദൂതൻ പറഞ്ഞ മറുപടിയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. അപ്പൊ വിശുദ്ധ പ്രജയുടെ ഉത്ഭവം എപ്പോഴാണ് നടന്നത്? പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേൽ വന്നപ്പോൾ, അത്യുന്നതന്റെ ശക്തി മറിയത്തിന്റെ മേൽ നിഴലിട്ടപ്പോൾ മറിയത്തിൽ വിശുദ്ധ പ്രജ ഉത്ഭവിച്ചു.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയും മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുകയും ചെയ്തിട്ട് പ്രസവിച്ചതാണ് യേശുവിനെ. പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേൽ വന്നപ്പോൾ അവിടെ മറിയത്തിൽ ഏത് ശക്തിയാണ് വന്നത്? അത്യുന്നതന്റെ ശക്തിയാണ് മറിയത്തിന്റെ മേൽ നിഴലിട്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ മറിയത്തിന്റെ മേൽ അത്യുന്നതന്റെ ശക്തി നിഴലിടുകയും മറിയത്തിൽ ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ദൈവത്തിന്റെ ഓരോ പദ്ധതിക്കായും ദൈവം അസൈൻ ചെയ്യുന്നതാണ് തന്റെ ആത്മാവിനെ. ഇപ്രകാരം ആണ് വിശുദ്ധ സഭയോടുകൂടി ഇരിക്കേണ്ടതിനായി ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപേക്ഷപ്രകാരം സഹായിയായി കാര്യസ്ഥനായി പരിശുദ്ധാത്മാവിനെ അയച്ചത്. അതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. ഇതിനെക്കുറിച്ചാണ് യോഹന്നാൻ 7:37-38 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. യേശു വന്നു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായതിനാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശുവിന്റെ തേജസ്കരണത്തിന് ശേഷം ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ നിങ്ങൾക്ക് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും എന്ന് പറഞ്ഞ ആ അസൈൻമെന്റ് നടക്കുന്നത് യേശുവിന്റെ തേജസ്കരണത്തിന് ശേഷമാണ്. അതാണ് സഭയോടുകൂടി ഇരിക്കാനായി ദൈവം അയച്ച പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഇതൊന്നും പല പരിശുദ്ധാത്മാവല്ല, ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിനെ സമയാസമയങ്ങളിൽ ദൈവം തന്റെ പദ്ധതിക്കായി മനുഷ്യരുടെ മേൽ അയക്കുന്നതാണ്. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ദാവീദിന്റെ പ്രാർത്ഥന 51 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. വായിച്ച സങ്കീർത്തനം 51-1 വാക്യം. നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കുക. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. എത്ര വാക്യാണ്? 10-11 വാക്യങ്ങൾ. യെശയ്യാ 51-10-11 വാക്യങ്ങൾ. സോറി, സങ്കീർത്തനങ്ങൾ 51-10-11 വാക്യങ്ങൾ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. അപ്പോൾ നമ്മൾ യോഹന്നാന്റെ 7:38-39 അന്ന് യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായതിനാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തി ജീവിതങ്ങളിൽ മനുഷ്യരിൽ വാസം ചെയ്തു. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമുക്കവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി യേശുവിന്റെ വരവിന് മുൻപേ, യേശുവിന്റെ തേജസ്കരണത്തിന് മുൻപേ ഉണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ സഭയോടുകൂടെ ഇരിക്കുവാനായി ക്രിസ്തുവിന്റെ അപേക്ഷപ്രകാരം പിതാവിനാൽ അയക്കപ്പെടുന്ന കാര്യസ്ഥനെ കുറിച്ചാണ് ഈ യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോ സമയങ്ങളിലും ദൈവം തന്റെ പദ്ധതി പ്രകാരം വ്യക്തി ജീവിതങ്ങളിൽ തന്റെ ആത്മാവിനാൽ ക്രിയ ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ പഴയ നിയമം മുതലേ കാണുന്ന കാര്യമാണ്. അവിടെയാണ് നമ്മൾ യെശയ്യാ 48:16 യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഇപ്പോഴോ ദൈവമായ യഹോവയായ കർത്താവ് എന്നെ തന്റെ ആത്മാവിനാൽ അയച്ചിരിക്കുന്നു. അല്ലെങ്കിൽ യഹോവയായ ദൈവവും തന്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും വിവിധ ട്രാൻസ്ലേഷനുകൾ വിവിധ ജില്ലകളിലാണ് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെയായാലും
യെശയ്യാവിനെ യഹോവയായ ദൈവം അയക്കുമ്പോൾ തന്റെ ആത്മാവോടുകൂടി അയച്ചു, തന്റെ അഭിഷേകത്തോടുകൂടി അയച്ചു. തന്റെ ആത്മാവ് യെശയ്യാവോട് കൂടി ഇരുന്ന് പ്രവർത്തിച്ചു. യഹോവയായ ദൈവത്തിനുള്ളതായ അരുളപ്പാടുകളെ പ്രാപിക്കുകയും ജനങ്ങളിലേക്ക് പകരുകയും ചെയ്തത് യഹോവയായ ദൈവത്തിന്റെ ആത്മാവിനാലാണ്. യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ജനങ്ങളുടെ മുമ്പിൽ യഹോവയ്ക്ക് വേണ്ടി നിന്നുകൊണ്ട് യെശയ്യാവ് പ്രസ്താവിച്ചത് യഹോവയായ ദൈവത്തിന്റെ ആത്മാവിനാലാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിലും 46-ാം അധ്യായത്തിലും ഒക്കെ യഹോവയായ ദൈവം സംസാരിക്കുന്നതായ ഭാഗമായി നമ്മളവിടെ കാണുന്നത്. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, സൂര്യോദയത്തിലും അസ്തമാനത്തിലുമുള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടത് തന്നെ എന്നൊക്കെ അരുളപ്പാട് ജനങ്ങൾ കാണുന്നത് യെശയ്യാവ് സംസാരിക്കുന്നതാണ്. എന്നാൽ അവിടെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യഹോവയായ ദൈവം തന്റെ ആത്മാവിനെ യെശയ്യാവിന്റെ മേൽ നിറച്ച് ആ അഭിഷേകത്തോടു കൂടിയാണ് യെശയ്യാവ് യഹോവയ്ക്ക് വേണ്ടി നിന്നുകൊണ്ട് സംസാരിച്ചത്. യെശയ്യാ 48:16 3 യഹോവയില്ല, വിശുദ്ധ തിരുവെഴുത്തിൽ 3 യഹോവമാരില്ല, ഒരുത്തൻ മാത്രം യഹോവ, 2 ഇല്ല 3 ഇല്ല. ഇവിടെ ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനകത്തും ഒരു കുഴപ്പവുമില്ല. യഹോവയായ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോടുകൂടി ഇരുന്ന് പ്രവർത്തിച്ചു. അത് യഹോവയായ ദൈവത്തിന്റെ പദ്ധതിയാണ്, യഹോവയായ ദൈവത്തിന്റെ പ്രവർത്തികളാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഞാൻ ഇവിടെ നിർത്തുകയാണ്. യെശയ്യാ 55-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിന്റെ 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ പദ്ധതികളുടെ നിവൃത്തിക്കായി യഹോവയായ ദൈവം തന്റെ വചനം അയക്കുന്നുണ്ട്, തന്റെ ആത്മാവിനെ അയക്കുന്നുണ്ട്. ഇത് വളരെ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൺഫ്യൂഷൻ മാറിയോ തോമസ് കുട്ടിച്ചായ? മാറി. ഓക്കെ, താങ്ക് ഗോഡ്. അപ്പോൾ ഈ നിലകളിൽ വിശുദ്ധ തിരുവെഴുത്തുകളെ ക്രോഡീകരിച്ച് പഠിക്കുന്നതിലൂടെ നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. വളരെ സിമ്പിൾ. യെശയ്യാവിനെ അയക്കുന്ന കാര്യമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഇനിയൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളിലും പഴയ നിയമ പുസ്തകങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഏക സത്യദൈവമായ പിതാവ് തന്റെ പദ്ധതിക്കായി, തന്റെ പദ്ധതികളുടെ നിവർത്തിക്കായി തന്റെ വചനവും തന്റെ ആത്മാവും അയച്ച് തന്റെ പ്രവർത്തികൾ പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്കും ആ ഒരു വാക്യത്തിന് പങ്കാളികളാക്കി തീരുവാൻ, യഹോവയായ ദൈവത്തിന്റെ പദ്ധതികളിൽ നാം ഉൾപ്പെടുന്നവരായി തീരുവാൻ തക്കവണ്ണം നമ്മോട് ദൈവത്തിന് തോന്നിയ കരുണ, തന്റെ കൃപാകടാക്ഷങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തി നമുക്ക് സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കൃപയിൽ നിൽക്കുവാൻ, വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് നിൽക്കുവാൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി ഒരുക്കത്തോടെ കാത്തിരിപ്പാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നാം എല്ലാവരും സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ തോമസ് കുട്ടിയച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല രാത്രികാലം